ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ നമ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻപാദം നമിച്ചന്വഹം ശംഗാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും വാൽമീകി രാമായണത്തിലേക്ക് സ്വാഗതം. യുദ്ധകാന്ഡം 38-ാം സർഗാണ് വ്യാഖ്യാനം. നരവാനര രാജാക്കന്മാരും, അതായത് നരരാജാവായ ശ്രീരാമനും വാനരരാജാവായ സുഗ്രീവനും വായുസുതനായ ഹനുമാനും വൃക്ഷരാജാവായ ജാമ്പവാനും അതേമാതിരി വിഭീഷണനും ബാലിപുത്രനായ അംഗദനും സൗമിത്രിയും മറ്റ് ശ്രേഷ്ഠന്മാരായ കവികളെല്ലാവരും ഒത്തുകൂടി ശത്രുദേശത്ത് ചെന്ന് ഒത്തുകൂടി ആലോചിക്കുകയാണ് കാര്യങ്ങൾ. രാവണന്റെ ലങ്കാപുരി കണ്ടിട്ട് പറയാണ്, അസുരന്മാർക്കും ദേവന്മാർക്ക് പോലും കയറാൻ സാധ്യം അല്ല, അവിടെ എത്തിപ്പെടാൻ സാധിക്കാത്തതാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി പറയുന്ന സമയത്ത് വിഭീഷണൻ പറയാണ്, എൻ്റെ അമാത്യന്മാരായ 4 പേര് ലങ്കയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് കാര്യങ്ങൾ അറിഞ്ഞു വന്നിട്ടുണ്ട്. അതെന്താണെന്ന് പറയണം. രാവണ രാജാവിൻ്റെ ഒരുക്കങ്ങളെ കുറിച്ച് പറഞ്ഞതെല്ലാം അതുപോലെ തന്നെ വിഭീഷണൻ രാമനോട് പറയുന്നു. കിഴക്കേ ഗോപുരത്തിൽ പ്രഹസ്തൻ പടകൂട്ടി നിൽക്കുന്നു. തെക്കേതില് മഹാവീരന്മാരായ മഹാപാർശ്വമഹോദരന്മാർ നിൽക്കുന്നു. പശ്ചിമ ഗോപുരത്തിൽ ഇന്ദ്രജിത്ത് സേനയോടുകൂടി നിലകൊള്ളുന്നു. വടക്കേ ഗോപുരത്തിൽ രാവണൻ സ്വയം രാക്ഷസാവൃതനായി നിലകൊള്ളുന്നു. നടുവിലാണ് വിരൂപാക്ഷൻ നിൽക്കുന്നത് സേനയോടുകൂടി. ഈ വിവരങ്ങളെല്ലാം അറിയിച്ചു. അങ്ങനെയാണ് അമാത്യന്മാർ വന്ന് തിരിച്ചെത്തിയത്. കാര്യങ്ങളെ രാമനെ അറിയിച്ചു. ഇനി ശ്രീരാമൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് പറയണം. അതുതന്നെയല്ല, രാവണൻ അത്ര നിസ്സാരക്കാരനല്ല എന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ട്. കുബേരനോട് പടവെട്ടി, കുബേരനല്ല പറയുന്നത്, വിഭീഷണൻ പറയാണ്, കുബേരനോട് പടവെട്ടിയപ്പോൾ 60,000 രാക്ഷസന്മാർ കൂടെ പോയിരുന്നു. ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു, അത് കണ്ടതാണ്. അവരുടെ പരാക്രമം, വീര്യം, തേജസ്, ദർപ്പം, ഉൾക്കരുത്ത് ഇതെല്ലാം ദുരാത്മാവായ രാവണന് സദൃശമാരാണ്. അവരെല്ലാവരും രാവണനെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ്, ആരും മോശമല്ല. അങ്ങയെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയല്ല, അങ്ങയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറയാണ്, ഭീഷണിപ്പെടുത്തല്ല. അങ്ങ് വീര്യത്തിൽ സുരന്മാരെ പോലും വധിക്കാൻ വൈഭവമുള്ളവനാണ്. അതിനാൽ ഭവാൻ വലിയ ചതുരംഗപ്പടയാൽ ആ രാവണനെ കപിസൈന്യത്തോടു കൂടി നശിപ്പിക്കണം. കപിസൈന്യത്തെ അണിനിരത്തി നശിപ്പിക്കും എന്നെല്ലാം രാവണന്റെ അനുജനായ വിഭീഷണൻ പറഞ്ഞു കേട്ടപ്പോൾ ഭഗവാൻ എന്താ പറയുന്നത്? ശ്രീരാമൻ പറയുന്നത്, ശത്രുക്കളുടെ പ്രതിഘാതത്തിനായി രാമൻ ഈ വാക്യം പറഞ്ഞു. ലങ്കയുടെ പൂർവ്വഗോപുരത്തിൽ വാനരപുങ്കവനായ നീലൻ അനേകം വാനരന്മാരോടൊപ്പം പ്രഹസ്തനോട് പടവെട്ടണം. അവിടെ പ്രഹസ്തനാണ് നിൽക്കുന്നത്. ബാലിപുത്രനായ അംഗദൻ വലിയ സൈന്യത്തോടൊപ്പം തെക്കേ വാതിൽക്കൽ മഹാപാർശ്വ മഹോദരന്മാരോട് എതിരിടണം. അമേയാത്മാവും മാരുതപുത്രനുമായ മാരുതി അനേകം കവികളോടൊപ്പം പടിഞ്ഞാറേ വാതിൽ തകർത്ത് പ്രവേശിക്കട്ടെ. ദൈത്യദാനവ സംഘങ്ങളെയും മഹാത്മാക്കളായ മുനിമാരെയും ഉപദ്രവിക്കുന്നതിൽ പ്രിയമുള്ളവനും ക്ഷുദ്രനും വരദാന ബലസമേതനും പ്രജകളെയെല്ലാം പീഡിപ്പിച്ചുകൊണ്ട് ലോകത്തിലെങ്ങും സഞ്ചരിക്കുന്നവനുമായ രാവണനെ വധിക്കാൻ സ്വയം നിശ്ചയിച്ച ഞാൻ സൗമിത്രിയോടൊപ്പം വടക്കേ നഗര കവാടം തകർത്ത് രാവണൻ സൈന്യങ്ങളോടൊത്ത് നിൽക്കുന്നിടത്ത് പ്രവേശിക്കും. ബലവാനായ കപിരാജാവും
വീര്യവാനായ ഋക്ഷരാജാവും രാക്ഷസേന്ദ്ര അനുജനായ വിഭീഷണനും നടുസേനയിൽ നിൽക്കട്ടെ. ഇങ്ങനെയെല്ലാം നിർദ്ദേശം കൊടുത്തു. യുദ്ധത്തിൽ വാനരന്മാർ മനുഷ്യരൂപം സ്വീകരിക്കരുതെന്നും പറഞ്ഞു. ഇതായിരിക്കട്ടെ നമ്മളുടെ അടയാളവാക്യം. ഈ സംജ്ഞ ആയിരിക്കട്ടെ നമുക്ക് അടയാളം എന്നും പറഞ്ഞു. അതുപോലെ ശ്രീരാമനും ലക്ഷ്മണനും 4 അമാത്യന്മാരോടുകൂടിയ വിഭീഷണനും മനുഷ്യരൂപത്തിൽ ആ രാക്ഷസന്മാരോട് പൊരുതും. ഇങ്ങനെയാണ് ശ്രീരാമൻ മറ്റെല്ലാവരോടുമായിട്ട് സംസാരിക്കുന്നത്. വിഭീഷണനോടും സുഗ്രീവനോടുമായി പറയുന്നതാണ്, എല്ലാവരോടും കൂടി പറയുന്നു. ഈ നിർദ്ദേശം, രാമന്റെ നിർദ്ദേശം അവരെല്ലാവരും ശിരസ വഹിച്ചു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് രാമൻ കാര്യസിദ്ധിക്ക് വേണ്ടി വിഭീഷണനോട് ഇങ്ങനെ പറഞ്ഞ ശേഷം ആ അതിരമണീയമായ സുവേലഗിരിയുടെ മുകളിൽ കയറാൻ തീരുമാനിച്ചു. സുവേല പർവ്വതത്തിന്റെ മുകളിൽ നിന്നാൽ ലങ്ക കാണാം. ആ ലങ്ക കാണാൻ വേണ്ടിയിട്ട് അവിടെ കയറാൻ തയ്യാറെടുക്കാണ്. ആ സുവേലഗിരിയിൽ താമസിക്കാൻ വളരെ സൗകര്യമാകും. വിസ്താരമായ നല്ല താഴ്വര പ്രദേശമാണ്, അവിടെ താമസമാക്കാമെന്ന് അവർ തീരുമാനിച്ച് ആ സുവേലഗിരി കയറാൻ പോവുകയാണ്. സതുകൃത്വാ സുവേലസ്യ മതിമാരോഹണം പ്രതി ലക്ഷ്മണാനുഗതോ രാമ സുഗ്രീവമിതമബ്രവീൽ വിഭീഷണം ച ധർമ്മജ്ഞമനുരക്തം നിശാചരം മന്ത്രജ്ഞം ച വിധിജ്ഞം ച ശ്ലഷ്ണയാ പരയാ ഗിരാ. സുവേലത്തിന്റെ മുകളിൽ കയറാനുറച്ച് ലക്ഷ്മണാനിതായ രാമൻ സുഗ്രീവനോടും ധർമ്മജ്ഞനായ വിഭീഷണനോടും മേന്മയേറിയ മഹത്തായ മൃദുലമായ വാക്കുകളിൽ ഇങ്ങനെ പറഞ്ഞു. നാനാധാതുക്കൾ നിറഞ്ഞ ഈ സുവേലഗിരിയിൽ നമുക്കെല്ലാം കയറാം. ഇന്നു രാത്രി നമുക്കവിടെ വസിക്കാം. മരിക്കാനായി എൻ്റെ ഭാര്യയെ മോഷ്ടിച്ച ദുരാത്മാവായ ആ രക്ഷസിന്റെ ആസ്ഥാനമായ ലങ്കയെ നോക്കിക്കാണുകയും ചെയ്യാം. യേന ധർമ്മോന വിജ്ഞാതോന തദ്വൃത്തം കുലം തഥാ രാക്ഷസ്യാ നീചയാ ബുദ്ധ്യാ യേന തൽ ഗർഹിതം കൃതം തസ്മിന്മേ വർത്തതേ രോഷകീർത്തിതേ രാക്ഷസാധമേ യസ്യാ പരാധാന്നീജസ്യ വധം ദ്രക്ഷ്യാമി രക്ഷസാം. ധർമ്മമോ ആചാരമോ വംശമഹിമയോ അറിഞ്ഞുകൂടാത്ത ഏതൊരുവൻ നീചവും രാക്ഷസവുമായ ബുദ്ധിയാൽ ആ നിന്ദ്യകർമ്മം ചെയ്തുവോ ആ രാക്ഷസാധമന്റെ പേര് പറയുമ്പോൾ തന്നെ എനിക്ക് കോപം വരുന്നു. ഈ നീചന്റെ അപരാധത്താൽ ഞാൻ രാക്ഷസവധത്തിന് ഒരുങ്ങുന്നു. ഒരാൾ ചെയ്ത തെറ്റിന് മറ്റെല്ലാവരും ശിക്ഷ അനുഭവിക്കുന്നു എന്നാ പറയണേ. കുലം മുഴുവൻ, ഒരാളുടെ കുറ്റം കൊണ്ട് കുലം മുഴുവൻ നശിക്കപ്പെടുന്നു. ഏകോഹി ഗുരുദേ പാപം കാലപാശവശം ഗത നീചേന ആത്മാപചാരേണ കുലാദേന വിനശ്യതി. കാലപാശത്തിന്റെ പിടിയിൽപ്പെട്ട ഒരുവൻ പാപം പ്രവർത്തിക്കുന്നു. ആ നീചന്റെ പിഴവ് കൊണ്ട് കുലം നശിച്ചു പോകുന്നു. ഏവം സമ്മന്ത്രയന്നേവ സക്രോധ രാവണം പ്രതി രാമസുവേലം വാസായ ചിത്രസാനുമുപാരുഹൽ. രാവണനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാമൻ ക്രോധത്തോടെ വിചിത്രമായ താഴ്വരകളുള്ള സുവേലഗിരിയിൽ കയറി. മഹാപരാക്രമിയായ ലക്ഷ്മണനും സമാഹിത ചിത്തനായി ശരചാപങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശ്രീരാമനെ അനുഗമിച്ചു. തമന്നരോഹൽ സുഗ്രീവ സാമാത്യസ്സ വിഭീഷണ ഹനുമാനംഗദോ നീലോ മൈന്ദോ ദിവിതയേവ ച ഗജോ ഗവാക്ഷോ ഗവയ ശരഭോഗന്ധമാദന പനസകുമുദശ്ചൈവ ഹരോരംഭശ്ച യൂഥപ ജാംബവാംശ സുഷേണശ്ച ഋഷഭശ്ച മഹാമതേ ദുർമുഖശ്ച മഹാതേജാസ്തഥാ ശതബലീ കപി ഏതേ ചാന്യേ ച ബഹവോ വാനരാ ശീഘ്രഗാമിനാ തേ വായുവേഗപ്രവണാസ്തം ഗിരിചാരിണ അധ്യാരോഹന്തശതശ സുഭേലം യത്ര രാഘവ. അമാത്യന്മാരോടും വിഭീഷണനോടുമൊപ്പം സുഗ്രീവനും ഹനുമാനും അങ്കദനും നീലനും മൈന്ദനും ദിവിതനും ഗജനും ഗവാക്ഷനും ഗവയനും ശരഭനും ഗന്ധമാദനനും പനസനും കുമുദനും ഹരനും യൂഥപനായ രംഭനും സുഷേണനും ജാംബവാനും മഹാമതിയായ ഋഷഭനും മഹാതേജസ്വിയായ ദുർമുഖനും
പ്ലവങ്കമനായ ശതബലിയും അദ്ദേഹത്തെ പിന്തുടർന്നു. ശ്രീരാമനെ പിന്തുടർന്നുകൊണ്ട് എല്ലാ വാനര ശ്രേഷ്ഠന്മാരും ആ സുവേല പർവ്വതത്തിന്റെ മുകളിൽ കയറി. ഇവരും മറ്റനേകം ശീഘ്രഗാമികളും വായുവേഗന്മാരും ഗിരിജാരികളുമായ 100 വാനരന്മാരും രാഘവൻ എവിടെ വാഴുന്നുവോ ആ സുവേലഗിരിയിൽ കയറി. അവർ ദീർഘനേരം കൊണ്ട് പർവ്വതത്തിലെങ്ങും കയറി ചെന്ന് അതിൻ്റെ കൊടുമുടിയിൽ വാനിൽ നിൽക്കുന്നത് പോലെ സ്ഥിതി ചെയ്യുന്ന ലങ്കാപുരി കണ്ടു. സുവേല പർവ്വതത്തിൽ എല്ലാവരും കയറി ചെന്നു. അതിൻ്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് ആ വാനിൽ നിൽക്കുന്ന ഒരു പുരി പോലെ കണ്ടു. ദേവേന്ദ്രന്റെ പുരിയോ അമരപുരിയോ എന്ന പോലെ ആ ലങ്കാപുരി കാണണം. താം ശുഭാം പ്രവരദ്വാരാം പ്രാകാരപരിശോഭിതാം ലങ്കാം രാക്ഷസ സമ്പൂർണാം ദദൃശുർ ഹരിയൂതഭാഹ. അഴകേറിയ വിശിഷ്ട കവാടങ്ങളോടുകൂടിയതും പ്രാകാരങ്ങളാൽ പരിശോഭിതവും രാക്ഷസ സമ്പൂർണവുമായ ലങ്കയെ ആ വാനരയൂഥവന്മാർ നോക്കിക്കണ്ടു. പ്രാകാരജയ സംസ്ഥൈശ തഥാ നീലേ നിശാചരേ ദദൃശുസ്തേ ഹരിശ്രേഷ്ഠ പ്രാകാരമപരം കൃതം. മതിൽത്തറകളിൽ നിൽക്കുന്ന കറുത്തിരുണ്ട അരക്കന്മാരാൽ നിർമ്മിതമായ മറ്റൊരു മതിലും ആ കവിപുങ്കവന്മാർ കണ്ടു. ആ മതിലുകൾ മാത്രമല്ല, മതിലിന്റെ മുകളിൽ നിൽക്കുന്ന ആ രാക്ഷസന്മാരെ കണ്ടാൽ മറ്റൊരു മതിലാണോ എന്ന് തോന്നും. നിരന്ന് നിൽക്കുന്ന രാക്ഷസന്മാർ അത്രയുമുണ്ട്. ഒരു വരിയായി നിൽക്കുന്ന രാക്ഷസന്മാരെ കണ്ട് ഒരു രാക്ഷസന്മാരാൽ നിർമ്മിതമായ മറ്റൊരു മതിലും അവർ കണ്ടു. തേ ദൃഷ്ട്വാ വാനരാ സർവേ രാക്ഷസാൻ യുദ്ധകാംക്ഷിന മുമോജുർവിവിധാൻ നാദാംസ്തത്ര രാമസ്യ പശ്യത. യുദ്ധകാംക്ഷികളായ രാക്ഷസന്മാരെ കണ്ട് ആ വാനരന്മാരെല്ലാവരും രാമൻ കണ്ടു നിൽക്കവേ തന്നെ പലതരം ശബ്ദങ്ങളുണ്ടാക്കി. തതോ അസ്തമകമൽ സൂര്യ സന്ധ്യയാ പ്രതീരന്നിത പൂർണ്ണചന്ദ്രപ്രദീപ്താച ക്ഷപാ സമഭിവർത്തതേ. പിന്നീട് സൂര്യൻ അസ്തമിച്ചപ്പോൾ, അന്തിച്ചുവപ്പാൽ അലങ്കരിക്കപ്പെട്ട സൂര്യൻ അസ്തമിച്ചു. പൂർണ്ണചന്ദ്രൻ ഉദിച്ച് നിലാവ് വന്ന രാത്രിയും വന്നെത്തി. സൂര്യൻ അസ്തമിച്ചു, രാത്രിയായി. അവരെല്ലാവരും ആ സുവേലഗിരിയിൽ സുഖമായി വസിച്ചു എന്ന് പറയുകയാണ്. സുവേലം എന്നും സുബേല പർവ്വതം എന്ന് ആധ്യാത്മരാമായണത്തിൽ സുബേൽ എന്നാ പറയുന്നത്. സുബേല പർവ്വതം, ഇതിലിപ്പോ സുവേലം എന്നാ പറയുന്നത്. പിന്നെ അതത സ രാമോ ഹരിവാഹിനീപതി വിഭീഷണേന പ്രതിനന്ദ്യ സൽകൃത സലക്ഷ്മണോ യപതപയൂഥ സംവൃതേ സുവേലവൃഷ്ടേന വദസ്യഥാ സുഖം. വിഭീഷണനാൽ ബഹുമാനിതനും സൽകൃതനും സേനാനായകന്മാരാൽ ചുറ്റപ്പെട്ടവനുമായ രാമൻ ലക്ഷ്മണനോടും വാനരനായകനായ സുഗ്രീവനോടുമൊത്ത് ആ സുവേലഗിരിയിൽ സുഖമായി വസിച്ചു. അന്ന് രാത്രി അവരവിടെ സുഖമായി താമസിച്ചു. പിറ്റേന്നുണർന്നവര് രാവണന്റെ ലങ്കാപുരി നോക്കിക്കാണാണ്. ലങ്കയിലെ വൈഭവങ്ങളൊക്കെ അതൊക്കെ അടുത്ത അധ്യായത്തിലാണ് വർണ്ണിക്കുന്നത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു, ശ്രീജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.